നാം കഴിഞ്ഞ അനേകം ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയതനുസരിച്ച് മരിച്ചു പോയ വ്യക്തികളെ, അവരെ ദൈവത്തെ പോലെ ആക്കുന്ന വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വളരെ അപകടകരമായിട്ടുള്ള ഒരു ആത്മീയ ആചാരമാണ് എന്നുള്ളതാണ്. അത് സാത്താൻ്റെ വളരെ ആസൂത്രിതമായൊരു പദ്ധതിയാണ്. സാത്താന് പിശാചുക്കളെ പുറത്താക്കാനും സൗഖ്യം നൽകാനും ചില അത്ഭുതങ്ങളൊക്കെയും ചെയ്യുവാനും കഴിവുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ അതേ രീതിയിൽ വേണം ചെയ്യാൻ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശു ദൈവാത്മാവിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പോൾ ഫരിസേയർ ഇപ്രകാരം പറഞ്ഞു: ഇവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു: അന്തഛിദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും, അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ദൈവദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്ന ഫരീശന്മാരുടെ പുത്രന്മാർ, അവരുടെ പിന്തുടർച്ചക്കാർ, പരീശന്മാരുടെ ആത്മീയ പിന്തുടർച്ചയുള്ളവർ, അവർ പലപ്പോഴും അപ്പസ്തോലിക പിന്തുടർച്ചയുണ്ടെന്നാണ് വാദിക്കുന്നത്. പക്ഷേ അവരുടെ പിന്തുടർച്ച ആരാണ്? പരീശന്മാരാണ്. പിശാചുക്കളെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അവരുടെ പിന്തുടർച്ചക്കാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ പിശാചിനത് ചെയ്യുവാൻ കഴിയും. അത് ചിലരിലൂടെ മാത്രമാണ്, യേശുവിലൂടെയല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരിലൂടെയല്ല, പരീശന്മാരുടെ പുത്രന്മാരിലൂടെ പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചാണ് എന്നാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ ലക്ഷ്യം ആരാധന എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സാത്താൻ തന്ത്രപരമായി തട്ടിയെടുത്ത് ദൈവത്തിനത് നിഷേധിച്ച് തൻ്റെ പോക്കറ്റിലാക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ വലിയ ഒരു ആത്മീയ തന്ത്രം. പാപം സാത്താന് നമ്മിലേക്ക് കടക്കാനുള്ള ഒരു പാലമാണ്. സ്വാർത്ഥതയും അഹങ്കാരവും അടിസ്ഥാന പാപങ്ങളാണ്. അടുത്ത പടി തെറ്റായ ആഗ്രഹങ്ങളാണ്. സാത്താൻ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ നിയന്ത്രണം നേടിയെടുത്ത് കൂടുതൽ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ച് പലതരം വിഗ്രഹാരാധനകളിലൂടെ അവരെ കീഴടക്കുന്നു. അങ്ങനെ കീഴടങ്ങുന്നവർ സാത്താനെ ആരാധിക്കുന്നവരായിത്തീരുന്നു. അങ്ങനെ സാത്താൻ തൻ്റെ ലക്ഷ്യം നേടുന്നു. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ പുറജാതി മതത്തിലുണ്ടായിരുന്ന ദേവീദേവന്മാർ പലരും വിശുദ്ധർ എന്ന ലേബലിൽ ഓരോ ക്രിസ്തീയ ചരിത്ര വ്യക്തികളുടെ പേരിൽ സഭയ്ക്കുള്ളിൽ ആൾമാറാട്ടം നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വലിയ ആചാരമായി ആഘോഷിക്കുന്ന സമുദായ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കുവാൻ പ്രയാസമാണെങ്കിലും വചനത്തിൻ്റെ ആത്മീയ സത്യം ഇതാണ് എന്ന് അവർ തിരിച്ചറിയാത്തിടത്തോളം കാലം അവർ സാത്താൻ്റെ ബന്ധനങ്ങളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. പഴയ വീഞ്ഞ് പുതിയ പാത്രങ്ങളിൽ വിളമ്പുന്നത് പോലെ തന്നെയാണ് സാത്താൻ ജനങ്ങളെയും അധികാരികളെയും അവരുടെ തന്നെ വക്രതയിൽ കുടുക്കി വിഗ്രഹാരാധനയിലേക്ക് വലിച്ചിഴച്ച് നരകത്തിലെത്തിക്കുവാൻ ശ്രമിക്കുന്ന വളരെ തന്ത്രപരമായ പ്രസ്ഥാനപരമായ ഒരു അടിമത്തമാണ് നമ്മളിവിടെ ദർശിക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് വചനസത്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് ഏകാഗ്രതയോടെ കടന്നു വരുവാൻ
ഇന്ന് അവർക്ക് സാധിക്കുന്നില്ല. അത് സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. മരിച്ചവരോടുള്ള ബന്ധങ്ങളും ജീവിച്ചിരിക്കുന്നവരോടുള്ള വ്യക്തിപൂജയും പ്രസ്ഥാന ഭക്തിയും വിഗ്രഹാരാധനയും മന്ത്രവാദവും സാത്താനും നരകവും എല്ലാം തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. സാത്താൻ്റെ നിരന്തരമായ ശ്രമം ദൈവവും മനുഷ്യരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നത് തടയുക എന്നുള്ളതാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ കഴിയുന്നത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഈ മഹത്തായ ആത്മീയ അനുഭവത്തെ തടയുന്നതിന് മനുഷ്യൻ്റെ ശത്രുവായ സാത്താൻ നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി സാത്താൻ മനുഷ്യനെ ചതിക്കാൻ വേണ്ടി ആകർഷകമായ പല തെറ്റായ ആത്മീയ അഭ്യാസങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നു. അവയൊക്കെ യഥാർത്ഥത്തിൽ പിതാവായ ദൈവവുമായി മനുഷ്യർക്കുള്ള ശരിയായ ബന്ധത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നവയായിരിക്കും. അവയിൽ ചിലതാണ് വിഗ്രഹാരാധന, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, കൃത്രിമമായ അന്യഭാഷ തുടങ്ങിയവ. അത് മിക്കവാറും പെന്തക്കോസ്തു മേഖലകളിലൊക്കെയാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടാകുന്നത്. കൂടുതൽ ഇപ്പോൾ സമുദായ സഭകളിലും കൃത്രിമാന്യഭാഷ തന്നെ പഠിച്ച് പഠിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ട അന്യഭാഷയുടെ ശബ്ദം അനുകരിച്ച് അതിങ്ങനെ പഠിച്ച് ഇങ്ങനെ പറയും. അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അന്യഭാഷയല്ല. അപ്പോൾ എല്ലാ മേഖലയിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്, അനുകരണം നടക്കുന്നുണ്ട്. യഥാർത്ഥ ആത്മീയതയെ മാറ്റി നിർത്തിയിട്ട് കൃത്രിമമായ ആത്മീയ അഭിനയത്തിലൂടെ ആത്മീയരാണ് എന്ന് കാണിക്കുവാനോ വരുത്തി തീർക്കുവാനോ ഉള്ള ഒരു തെറ്റായ പ്രവണത ശരിയായ ആത്മീയതയെ തകർത്ത് കളയുന്നതാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇത് സമുദായ സഭക്കാരും പെന്തക്കോസ്തുകാരും എല്ലാം തിരിച്ചറിയണം. ക്രിസ്തുവിലേക്ക് വാസ്തവമായി ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം വിശ്വസിച്ച് സിമ്പിളായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കണം, എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ ഇഷ്ടം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ സാത്താൻ്റെ ഏജൻറ്റുമാരാണ്. വരങ്ങൾ കൊണ്ടല്ല, ഫലങ്ങൾ കൊണ്ട് നാം അവരെ തിരിച്ചറിയണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റായ ആത്മീയതയ്ക്ക് അടിമകളായി വിക്ടിംസായി പോകുന്നവർ എല്ലാ സഭകളിലുമുണ്ട്. ഒരു സഭകളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, മാറ്റി നിർത്തുകയല്ല ഞാനിവിടെ ചെയ്യുന്നത്. തെറ്റുകളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ സാത്താൻ മനുഷ്യൻ്റെ ദൈവഭക്തിയെ അട്ടിമറിച്ച് ആരാധനയെ തകർത്ത് കളയുവാനും സ്വയം സ്വീകരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദൈവത്തിന് ലഭിക്കുന്നത് പോലെ തനിക്കും ആരാധന ലഭിക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. അവൻ ദൈവത്തെ പോലെ ആകണം, അവന് ദൈവമായിട്ട് അഭിനയിക്കണം. അതാണല്ലോ അവൻ്റെ പ്രാഥമികമായ ആഗ്രഹം. എല്ലാവരും തന്നെ ആരാധിക്കണം എന്നതാണ് സാത്താൻ്റെ ഏറ്റവും പ്രഥമമായ ആഗ്രഹം. അത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ പരീക്ഷിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദൈവത്തെ കണ്ടെത്തുന്നതിൽ നിന്നും സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൽ നിന്നും സാത്താൻ പല കൗശല തന്ത്രങ്ങളും ഉപയോഗിച്ച് മനുഷ്യരെ പിന്തിരിപ്പിക്കുകയും തെറ്റായ ആരാധനാ രീതികളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. അതിനായി സാത്താൻ പല ലൗകിക തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. സാത്താൻ മനുഷ്യരെ വഞ്ചിക്കാൻ കരുതിക്കൂട്ടി ചരിത്ര സാഹചര്യങ്ങളെ ഉപയോഗിച്ച് പല തന്ത്രങ്ങളും മെനഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ലൗകിക കുടുക്കിൽ വീഴാത്തവരെ സാത്താൻ ആത്മീയ കുടുക്കിൽ വീഴിക്കാൻ നോക്കും. ഇവിടെ മനുഷ്യൻ ദൈവത്തിനെന്ന് വിചാരിച്ചു കൊടുക്കുന്ന ആരാധനയെ തട്ടിയെടുക്കുക എന്നതാണ് സാത്താൻ്റെ തന്ത്രം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആൾമാറാട്ടത്തിലൂടെയുള്ള ആത്മീയ അട്ടിമറിയിലൂടെ സാത്താൻ വിശുദ്ധന്മാരോട് ഭക്തി കാണിക്കുന്നവരെ മന്ത്രവാദികളാക്കുകയും അവരുടെ ഭക്തിയെയും ആരാധനയെയും തട്ടിയെടുക്കുകയും ചെയ്യുന്നത്. ഇത് സമുദായ സഭക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ദൈവികമായ ആരാധനയിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും നിയമങ്ങളും നാം പാലിക്കണം. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. ദൈവം നമുക്കാവശ്യമാണ് എന്നറിയാവുന്ന കാര്യം കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ അതിൻ്റെ അപ്പുറം കയറി നിന്നിട്ട് ദൈവത്തെക്കാൾ സ്മാർട്ടാകാൻ ശ്രമിക്കുന്ന
വിരുദ്ധന്മാരാണ് ജനത്തെ തെറ്റിച്ചു കളയുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ ആരാധന സാത്താൻ തട്ടിയെടുക്കുകയും നാം സാത്താനെ ആരാധിക്കുന്നവരായി തീരുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് സാത്താൻ നടത്തുന്നത്. അങ്ങനെ സാത്താനെ ആരാധിക്കുന്നവരിൽ വലിയൊരു ഭാഗവും തങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് കരുതുന്നവരാണ്. വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആ നാളുകളിൽ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് സേവ ചെയ്യുന്നു എന്ന് കരുതും. അപ്പോൾ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടും. തെറ്റായ ആത്മീയതയ്ക്ക് അടിമകളായിരിക്കുമ്പോൾ തന്നെയും ശരിയായ ദൈവത്തെ സേവിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത്തരം ഒരു വഞ്ചനയിൽ സാത്താൻ പലരെയും അകപ്പെടുത്തും. അതൊക്കെയാണ് ഇസ്ലാമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊന്നുകളയുന്നു. അതൊക്കെയല്ലയോ നൈജീരിയയിലൊക്കെ സംഭവിക്കുന്ന എത്രയോ ക്രിസ്ത്യാനികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക മതവിശ്വാസികൾ കൊന്നുകളയുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർ ദൈവത്തെ സേവിക്കുന്നു എന്നാണ്. അപ്പോൾ സമുദായ സഭക്കാർ ചിന്തിക്കുന്നത് തെറ്റായ ആത്മീയതയിലൂടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ അവർ സാത്താനെ ആരാധിച്ചു പോകുന്നു. ഇതാണ് സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന വലിയ തന്ത്രം. അത് നാം മനസ്സിലാക്കണം. സാത്താൻ തെറ്റായ ആചാരങ്ങളും ഉപദേശങ്ങളും തന്ത്രപരമായി ജനങ്ങൾക്ക് നൽകി അവരറിയാതെ തന്നെ അവരെ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും സാത്താനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ചോ മാറ്റി നശിപ്പിക്കുന്ന ഒരു വലിയ തന്ത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് മനുഷ്യ ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അട്ടിമറി. അതിനാൽ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് നമുക്ക് സാത്താന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അതുകൊണ്ടാണ് നാം സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ ദൈവവചന വിരുദ്ധമായ മാനുഷികമായ ചിന്തകളുടെയും ആശയങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ആത്മീയ സമ്പ്രദായങ്ങളും പ്രമാണങ്ങളും എല്ലാം, മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന തിയോളജികളെല്ലാം ദൈവവചന വിരുദ്ധമായതെല്ലാം മഹാവേശ്യയായ ബാബിലോണിൻ്റെ ഭാഗമായി തീരും. അത് അവസാനം നശിപ്പിക്കപ്പെടും. അത് വെളിപ്പാട് പുസ്തകം 16, 17, 18, 19 അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. മനുഷ്യ സംസ്കാരത്തിൽ മതസംവിധാനങ്ങളിൽ സാത്താൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സകല വിധമായ തെറ്റായ ആത്മീയതകളും സാമ്പത്തിക സംവിധാനങ്ങളും ദൈവം തകർത്ത് കളയുന്ന ഒരു സമയം വരും. അതുകൊണ്ട് നമ്മുടെ ഭക്തി പ്രകടനങ്ങൾ സാത്താൻ കൊണ്ടുപോകാതിരിക്കാനും സാത്താനിൽ നിന്ന് ഉപകാരങ്ങൾ സ്വീകരിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാനും നാം ശ്രദ്ധിക്കണം. എഴുതപ്പെട്ട ദൈവവചനമായ ബൈബിളിന് വിരുദ്ധമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ വായിച്ച് പഠിച്ച് വെളിച്ചം പ്രാപിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും അനുധാവനം ചെയ്യുന്നവരുമായി ജയാളികളായി തീരുവാൻ ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നാം മരിച്ചവരോട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ മരിച്ചുപോയ പല വ്യക്തികളുമായി ആത്മീയ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച വിശുദ്ധരോടോ മരിച്ചവരോടോ മരിച്ചവർക്ക് വേണ്ടിയോ ഉള്ള ഏതൊരു ഭക്താഭ്യാസങ്ങളും പരിപൂർണമായും പ്രയോജനരഹിതമാണെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരുടെ ആത്മീയ ജീവിതത്തെ അത് വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്, ക്രിസ്തുവിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വിശുദ്ധരെയും ക്രിസ്തുവിനെയും ഒരുപോലെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. 2 വള്ളത്തിൽ കാൽ വെച്ചുകൊണ്ട് കടലിൽ കൂടി പോയാൽ തീർച്ചയായും വെള്ളത്തിൽ വീണിരിക്കും. അതെല്ലാം അപകടകരമാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ കാര്യം ചെയ്യുന്നത്? കാരണം ബൈബിൾ വിരുദ്ധമായ ഇത്തരം ഭക്താഭ്യാസങ്ങൾ ഒരേ സമയം തന്നെ ദൈവത്തോട് ബന്ധപ്പെടുന്നതിൽ നിന്ന് നമ്മെ തടയുകയും വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയും ചെയ്യും. മരിച്ചവരോടുള്ള സംഭാഷണവും ബന്ധവും ദൈവം അനുവദിക്കാത്തതും അംഗീകരിക്കാത്തതുമായ കാര്യമാണ്. ദൈവം അനുവദിക്കാത്തതും അംഗീകരിക്കാത്തതുമായ മേഖലകൾ സാത്താൻ്റെ പ്രവർത്തന മേഖലയിൽ പെടുന്നതാണ്.
മരിച്ചവരുടെ ആത്മാക്കളുമായി ആശയവിനിമയം നടത്തുന്ന അവസരങ്ങളിൽ യഥാർത്ഥത്തിൽ വരുന്നത് മരിച്ചവരുടെ ആത്മാക്കളല്ല, മറിച്ച് മരിച്ചവരുടെ ആത്മാക്കളുടെ വേഷത്തിൽ വരുന്നത് ദുരാത്മാക്കളാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ, വേറൊരു എപ്പിസോഡിൽ ശൗലിൻ്റെയും മന്ത്രവാദിനിയുടെയും വിഷയം വിശദമായി പരിശോധിച്ചപ്പോൾ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നോ വിശുദ്ധരിൽ നിന്നോ അല്ല. അവർക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളും ആത്മീയ അനുഭവങ്ങളും സാത്താനിൽ നിന്നാണ്. കാരണം സാത്താൻ അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും വരെ ഒരു പരിധി വരെ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിലല്ല, വിശുദ്ധരുടെ നാമത്തിലാണ് നടക്കുന്നത്. അത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിലല്ലാത്ത പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും ഉത്തരം നൽകുന്നതും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുവായ സാത്താനാണ്. മനുഷ്യരുടെ പ്രാർത്ഥന രണ്ടിടത്തേക്ക് പോകാം. അവ ദൈവത്തിലേക്കോ സാത്താനിലേക്കോ എത്തിച്ചേരാം. വലിയ ശതമാനം ആളുകളും ദൈവത്തോടോ എന്ന് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മനഃപൂർവ്വമായി സാത്താനോട് പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ നമ്മുടെ പ്രാർത്ഥന നാം ഉദ്ദേശിക്കുന്ന ഇടമായ ദൈവസന്നിധിയിൽ തന്നെ എത്തുന്നു എന്നും അവ സാത്താൻ പിടിച്ചെടുക്കുന്നില്ല എന്നും എങ്ങനെയാണ് അറിയുവാൻ കഴിയുക? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നു എന്ന് നാം ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിനാൽ നാം നമ്മുടെ പ്രാർത്ഥന വ്യവസ്ഥ പ്രകാരം തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനയും ആരാധനയും മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. ദൈവം സ്വീകരിക്കുകയില്ലാത്തതും വ്യവസ്ഥ തെറ്റിച്ചുള്ളതുമായ പ്രാർത്ഥനയും ആരാധനയും സ്വീകരിക്കുന്നത് സാത്താനാണ്. അതിനാൽ ദൈവത്തിന് എന്ന് വിചാരിച്ച് മനുഷ്യർ കൊടുക്കുന്ന പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വ്യവസ്ഥ തെറ്റിക്കുവാൻ സാത്താൻ വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കും. ഒരേ സമയം ആർക്കും പരസ്പര വിരുദ്ധമായ രണ്ടിടത്തേക്ക് പ്രാർത്ഥന കൊടുക്കുവാൻ കഴിയില്ല. ഒരു ഉറവ രണ്ട് തരം വെള്ളം കൊടുക്കില്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകുമോ എന്ന് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരേ സമയം ആർക്കും പരസ്പര വിരുദ്ധമായ രണ്ടിടത്ത് നിന്ന് സ്വീകരിക്കാനും കഴിയില്ല. ഒരേ സമയം ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കാനും കഴിയില്ല. നാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എൻ്റെ നാമത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹത്തിനും സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും പ്രവർത്തനങ്ങൾക്കും അനുസൃതമായി പ്രാർത്ഥിക്കുക എന്നാണ്. നാം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നമ്മുടെ ഹിതവും യേശുവിൻ്റെ ഹിതവും ഒന്നായി തീരുന്നു. അപ്പോൾ ദൈവം അത് നമുക്ക് ചെയ്തു തരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നത് ദൈവത്തിന് മാത്രം അവകാശമുള്ള കാര്യമാണ്. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവ എന്തെന്ന് മനസ്സിലാക്കി നൽകാനുള്ള അറിവും ശക്തിയും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ദൈവത്തിൽ നിന്നും ഉത്തരം ലഭിക്കേണ്ട പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിലായിരിക്കണം. എന്നാൽ യേശുവിൻ്റെ നാമത്തിലല്ലാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവൻ നിങ്ങൾക്ക് നൽകും എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്. അതുപോലെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോടാണ് എന്ന് വ്യക്തമാകുന്നു. മധ്യസ്ഥരിലൂടെയല്ല, മറിയത്തിലൂടെയല്ല. യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. യേശുവിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. പിതാവും യേശുവും ഒന്നാകുന്നു. യേശു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു. ക്രിസ്തുവിന് വേറെ പ്രതിമകളില്ല. ക്രിസ്തുവിൻ്റെ പ്രതിമ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ക്രിസ്തുവിന് പ്രതിമയുണ്ടാക്കി തിരുസ്വരൂപം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സഹോദരങ്ങളെ.
തെറ്റാണത്, വിഗ്രഹാരാധനയാണ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. മാത്രമല്ല, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല എന്നും യേശു വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്നൊരനുഗ്രഹം പ്രാപിക്കാൻ മധ്യസ്ഥത വിശുദ്ധന്മാരിലൂടെ കഴിയില്ല. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ യേശുവിൽ കൂടെ അല്ലാതെ പ്രാർത്ഥനകളൊന്നും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല എന്നും വളരെ വ്യക്തമാണ്. പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് എത്താത്ത പ്രാർത്ഥനയ്ക്കൊന്നും പിതാവായ ദൈവം ഉത്തരം നൽകുന്നില്ല. അപ്പോൾ വിശുദ്ധന്മാരിലൂടെയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നില്ല, ദൈവം അതിന് മറുപടി തരുന്നില്ല. അതിന് മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ അത് സാത്താനിൽ നിന്നാണ്, ദൈവികമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുവാൻ അസാധാരണമായ ബുദ്ധി വൈഭവമൊന്നും ആവശ്യമില്ല കേൾവിക്കാരെ. നിങ്ങളത് മനസ്സിലാക്കിന. അതിനാൽ വിശുദ്ധരോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ലെന്നും അത്തരം പ്രാർത്ഥനയുടെ ഫലമായി ഉദ്ദിഷ്ടകാര്യസാധ്യം നടന്നാൽ അത് ദൈവത്തിൽ നിന്നല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. നാം യേശുവിൻ്റെ നാമത്തിലല്ലാതെ മറ്റു പലരുടെയും നാമത്തിൽ പ്രാർത്ഥിക്കുകയും അവയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്താൽ അത് യേശുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അതിർത്തികൾക്ക് പുറമെയാണെന്നും അവ ദൈവത്തിൽ നിന്നല്ല എന്നും വ്യക്തമാകുന്നു. അതിരുകൾ വിട്ടുപോകുന്നവന് ദൈവമില്ല എന്നും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നാം ദൈവിക മേഖലയിൽ നിന്നും അകന്നു പോകുന്നു, സാത്താൻ്റെ മണ്ഡലങ്ങളിലേക്ക് കയറിപ്പോകുന്നു, സാത്താൻ്റെ അറ്റാക്കിന് വിധേയമായി പോകുന്നു എന്നാണ് നാം അവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശുവിന് പോലും ഈ ലോകത്തിലെ രാജ്യങ്ങളും അവയുടെ മഹത്വങ്ങളും വാഗ്ദാനം ചെയ്ത സാത്താനിൽ നിന്നാണ് അവർക്ക് ഉത്തരം ലഭിക്കുന്നത്, ഉദ്ദിഷ്ടകാര്യ സാധ്യങ്ങൾ ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സാത്താൻ നിസ്സാരക്കാരനല്ല. യേശുവിന് പോലും ഈ ലോകത്തിൻ്റെ മഹത്വങ്ങൾ വാഗ്ദാനം ചെയ്തവനാണ് സാത്താൻ. അത് സാത്താൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ്റെ കൈവശമാണ്, അവൻ പോക്കറ്റടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് സാത്താൻ പറഞ്ഞു. യേശു അതിനെ നിഷേധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള സാത്താനിൽ നിന്നും ഭൗതിക അനുഗ്രഹങ്ങളും ഉദ്ദിഷ്ടകാര്യ സാധ്യങ്ങളും നേടി ദൈവികമായ പ്രമാണങ്ങളെയും ദൈവം വച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശോധനയെയും ഒക്കെ നിഷേധിച്ച് നിത്യജീവൻ നഷ്ടമാക്കുന്ന ഒരു പ്രവർത്തന പന്ഥാവിലാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മനുഷ്യരോട് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അത്ഭുതങ്ങൾ ദൈവികമല്ല, അത് സാത്താനിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ പേരിലല്ലാത്ത മറ്റു ആരുടെ പേരിലും നടക്കുന്ന അത്ഭുതങ്ങൾ പൈശാചികമാണ്. വിശുദ്ധരുടെ പേരിൽ രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ നടക്കുമ്പോൾ അത്തരം വിശുദ്ധരോടുള്ള ഭക്തി കൂടും, വിഗ്രഹാരാധന ശക്തിപ്പെടും, സാത്താന ആരാധന ലഭിക്കും. അതിനാൽ അത്തരം അത്ഭുതങ്ങൾ നടക്കുന്നതിൽ സാത്താന് വലിയ താല്പര്യമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് അനേകം അത്ഭുതങ്ങൾ നടക്കും. ക്രൈസ്തവ മേഖലകളിൽ സാത്താൻ പ്രവർത്തിക്കും. സാത്താൻ ആരാധന ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും തട്ടിയെടുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്, നേർക്കാഴ്ചകളാണ് അതെല്ലാം എന്ന് നാം തിരിച്ചറിയണം. അതിനാൽ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പിന്നിലുള്ള പ്രേരക ശക്തി സാത്താനാണ് എന്ന് നാം തിരിച്ചറിയണം. നാം വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവനാമം അപമാനിക്കപ്പെടുന്നു, ദൈവത്തെ സൈഡ് ലൈൻ ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുക എന്ന മഹത്വമാർന്ന സ്ഥാനം ദൈവത്തിൽ നിന്നും ചോർത്തിയെടുക്കുകയും ആ മഹത്വം മനുഷ്യരായ വിശുദ്ധർക്ക് നൽകുകയും ചെയ്യുന്നു. ദൈവമഹത്വം ചോർത്തപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും സാത്താൻ മുതലെടുക്കുന്നു. വിശുദ്ധർക്ക് എന്ന് ഉദ്ദേശിച്ച് വിശുദ്ധർക്ക് കൊടുക്കുന്ന ഭക്തി വിശുദ്ധർക്ക് ലഭിക്കുന്നില്ല. അത് വിശുദ്ധർക്ക് ആവശ്യമില്ല, അതവർക്ക് അവകാശമില്ല. കാരണം വിശുദ്ധർക്ക് ആരുടെയെങ്കിലും പ്രാർത്ഥന സ്വീകരിക്കാനോ ഉത്തരമരുളാനോ വ്യവസ്ഥയില്ല. വിശുദ്ധർക്ക് കൊടുക്കുന്ന ഭക്തി ദൈവത്തിനല്ലാത്തത് കൊണ്ട് ദൈവത്തിന് ലഭിക്കുന്നില്ല. അതിനാൽ അവ സാത്താന് ലഭിക്കുന്നു. അതിനാൽ വിശുദ്ധരോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഉദ്ദിഷ്ടകാര്യ സാധ്യങ്ങളും അത്ഭുതങ്ങളും നടന്നാൽ അത് ദൈവത്തിൽ നിന്നോ വിശുദ്ധരിൽ നിന്നോ അല്ല,
സാത്താനിൽ നിന്നാണ് എന്ന് നാം തിരിച്ചറിയണം. ഇത്തരം അത്ഭുതങ്ങൾ നൽകുന്നതിലൂടെ ദൈവവിരുദ്ധമായ ആരാധനാ സമ്പ്രദായങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതിന് സാത്താൻ ശ്രമിക്കുന്നു. അതാണ് പലയിടത്തും വളരെ ശക്തമായ ആചാരങ്ങൾ ദൈവമല്ലാത്തവരിലൂടെ നടക്കുന്നത്. അതെല്ലാം നാം വളരെ സൂക്ഷിക്കണം സഹോദരങ്ങളെ. അതിനാൽ സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവവചനം പഠിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കണം, ശ്രവിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ നാം യാഥാർത്ഥ്യങ്ങളെ ചിന്തിച്ച് കൊള്ളാത്തവയെ തകർത്ത് കളയണം, തട്ടിക്കളയണം, നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ശരിയായതിനെ നാം മുറുകെ പിടിക്കണം. എങ്കിലേ ആത്മീയത്തിൽ വളരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതായത് അനേക അത്ഭുതങ്ങളും ആത്മീയ അനുഭവങ്ങളും സാത്താനിൽ നിന്നും ലഭിക്കും എന്ന് നാം തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. അവർ കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഴിതെറ്റിക്കത്തക്ക വിധത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അപ്പോൾ വാസ്തവമായി ക്രിസ്തീയ ആത്മീയതയിൽ നിലനിൽക്കുന്നവരെ കൂടി വഴിതെറ്റിച്ച് നശിപ്പിച്ച് നരകത്തിൽ കളയത്തക്ക വിധത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാൻ കഴിവുള്ളവരാണ് സാത്താൻ നിയോഗിച്ച് ശക്തി കൊടുക്കുന്ന ചില ആളുകളുമെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ അവൻ വിളിച്ച ദൂതൻ്റെ രൂപത്തിൽ വരും. വലിയ ആത്മീയരായും പ്രവാചകന്മാരായും പുരോഹിതന്മാരും അത്ഭുത പ്രവർത്തകരും ഒക്കെ ആയിട്ട് ഈ സാത്താൻ്റെ ഏജൻറ്റുമാർ പ്രത്യക്ഷപ്പെടും. അത്ഭുതങ്ങളും ആത്മീയ അനുഭവങ്ങളുമാണ് സത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഇന്ന് പലരും വിശ്വസിച്ച് തെറ്റിദ്ധരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത്ഭുതങ്ങളല്ല, ആത്മീയ അനുഭവങ്ങളല്ല സത്യത്തിൻ്റെ അടിസ്ഥാനം. ദൈവവചനമാണ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് സത്യത്തിൻ്റെ അടിസ്ഥാനം. അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെ കൊടുക്കുവാൻ സാത്താന് സാധിക്കും. അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ സത്യത്തെയും അസത്യത്തെയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ നമുക്ക് കഴിയില്ല. എല്ലാ അനുഭവങ്ങളും ആത്മീയ അനുഭവങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി അവർ സാത്താൻ്റെ വഞ്ചനയിൽപ്പെട്ടു പോകുന്നു. സാത്താൻ അത്ഭുതം കാണിക്കുമ്പോൾ അത് ദൈവത്തിൻ്റേതാണെന്ന് ചിന്തിച്ചാൽ എന്താ? തെറ്റിപ്പോയി, സാത്താൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ ദൈവത്തിനും അത്ഭുതം ചെയ്യാൻ പറ്റും, സാത്താനും ചെയ്യാൻ പറ്റും. ദൈവം അത്ഭുതം ചെയ്യുന്നത് ദൈവികമായ മഹത്വത്തിന് വേണ്ടിയാണ്, മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല. ആരെങ്കിലും അത്ഭുത പ്രവർത്തികളിലൂടെ മുതലെടുത്ത് പണം സമ്പാദിച്ച് അധികാരം സമ്പാദിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ നോക്കിക്കോണം, അത് ദൈവികമല്ല. എല്ലാ സത്യമായ അത്ഭുതങ്ങളുടെയും സ്രോതസ് ദൈവമാണ്. അത്ഭുതങ്ങളും ആത്മീയ അനുഭവങ്ങളും നൽകുവാൻ സാത്താനും കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിന് മാത്രമേ അത്ഭുതങ്ങൾ നടത്താൻ കഴിയൂ എന്ന ചിന്ത തെറ്റാണെന്ന് മാത്രമല്ല, വലിയ അപകടം നിറഞ്ഞതുമാണ്. സാത്താനും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. മോശയിലൂടെയും അഹറോനിലൂടെയും ദൈവം ചെയ്ത പല അത്ഭുതങ്ങളും മന്ത്രവാദികളിലൂടെ ചെയ്യാൻ സാത്താന് കഴിഞ്ഞു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. ആകാശത്തുനിന്നും തീയിറക്കുക എന്ന അത്ഭുതം പോലും ചെയ്യാൻ സാത്താന് കഴിയുമെന്ന് ബൈബിൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സാത്താൻ പലവിധ രോഗങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ബന്ധനത്തിലാക്കിയിട്ടിരിക്കുന്നവർക്ക് സാത്താൻ തന്നെ ബന്ധനത്തിൽ അയവ് വരുത്തി സൗഖ്യവും വിജയവും സമൃദ്ധിയും ഒക്കെ നൽകാറുണ്ട്. സാത്താൻ രോഗത്തിൽ കെട്ടിയിട്ടിരിക്കുന്നവർക്ക് സാത്താൻ അവിടുന്ന് വിട്ടുപോയാൽ അയാൾക്ക് സൗഖ്യമായി. അതൊരത്ഭുതമായിട്ട് സാത്താൻ തന്നെ വെളിപ്പെടുത്തും. അതൊന്നും ദൈവത്തിൻ്റേതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവനാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താനെ ശാസിച്ച് പുറത്താക്കുമ്പോൾ അവിടെ സൗഖ്യം വെളിപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ആരിൽ കൂടിയാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്, അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവാണോ ദുരാത്മാവാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അങ്ങനെ അനേകരെ ദുരുപദേശങ്ങളിൽ തളച്ചിടുകയും അവരുടെ ആരാധന പിടിച്ചെടുക്കുകയും എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. ഈ വസ്തുത മനസ്സിലാക്കാതെയും ദൈവവചനത്തെ ഏകാഗ്രതയോടെ സ്നേഹിക്കാതെയും ദുരുപദേശങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്കായി പരക്കം പായുന്നവർ
സാത്താൻ്റെ ആരാധകരായിത്തീരും. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ ദ്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ദൈവത്തെ മറന്ന് ഓടുന്നവർ സാത്താൻ്റെ നെറ്റിൽ വലയിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം. ദൈവിക വ്യവസ്ഥ പ്രകാരമല്ലാത്ത ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുതെന്നും അവയെ പരിശോധിക്കണമെന്നും ബൈബിൾ വളരെ ശക്തമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതിനാൽ ഉപദേശശുദ്ധിയും ജീവിത വിശുദ്ധിയും നിലനിർത്തുന്നതിൽ നാം അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തോട് ചേർന്ന് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കണം, ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കണം, വിശുദ്ധി വേണം, വേർപാട് വേണം. അതല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒന്നും ദൈവികമാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല.